വന്യജീവികളുടെ ആക്രമണങ്ങൾ വളരെ ഭീതി ഉയർത്തിയിട്ടുണ്ട്. വനത്തിൻ്റെ വിസ്തൃതി കൂട്ടി ഒരു സംസ്ഥാനം ഇന്ത്യയിലുള്ളൂ, അത് കേരളമാണ്. സർക്കാർ ജീവനക്കാർക്ക് അവർക്ക് പെൻഷനും ശമ്പളവും ഞങ്ങൾ കർഷകരായിട്ട് ജീവിക്കും. അത്രമാത്രം ഒരു പ്രോബ്ലത്തിലൂടെയാണ് ഈ ഒരു സ്ഥലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മനുഷ്യജീവനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് വന്യജീവികൾക്കാണോ എന്നുള്ളൊരു സംശയം എല്ലായിടത്തും ഉണ്ട്. വനംവകുപ്പിലെ ജീവനക്കാരെ കൊണ്ട് കൃത്യമായിട്ട് അവരുടെ ജോലി, അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിപ്പിക്കാൻ പോലും ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് MLA ആയാലും MP ആയാലും പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ പോലും സാധിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം മണിപ്പൂർ ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. കോർപ്പറേറ്റുകളെ വളർത്തി അവരെ ഏറ്റവും സമ്പന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രത്തിൻ്റെ മുഖം അതാണ് എന്ന് കാണിക്കുന്നതല്ല യഥാർത്ഥത്തിൽ സാമൂഹ്യനീതി എന്ന് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്കലാണ്. ആവാസ വ്യവസ്ഥയിൽ ഉൾപ്പെടേണ്ടതാണ് മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങളൊക്കെ. അതിലേറ്റവും പ്രധാനം മനുഷ്യരല്ലേ. ഡാമൊക്കെ ഇനി വരാനുള്ള ഒരു മേഖലയായിട്ടാണ് അവർ കാണുന്നത്. ഇവിടെയുള്ള ആളുകൾ എങ്ങനെയെങ്കിലും പൊക്കോട്ടെ, ആനകൾ പേടിച്ച് പൊക്കോട്ടെ, അങ്ങനെയൊക്കെ ചിന്തയുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഇന്ന് ക്രൈസ്തവർ വേട്ടയാടപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. പൊളിറ്റിക്കൽ പോയിന്റിലെത്തുമ്പോൾ UDF LDF തമ്മിലാണ് അവിടെ മത്സരം വരിക. ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ജനാധിപത്യത്തെ മതാധിപത്യമാക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. തിരഞ്ഞെടുപ്പിലെ ക്രൈസ്തവ ശബ്ദം ഇന്ന് പര്യടനം നടത്തുന്നത് ചാലക്കുടി മണ്ഡലത്തിലൂടെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെയാണ്. കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ മാത്രമല്ല, ലോകം മുഴുവനുമുള്ള വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഈ ചാലക്കുടി പട്ടണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ചാലക്കുടി പട്ടണം പ്രാചീന കാലം മുതലേ ചരിത്രപ്രധാനമായ ഒരു പട്ടണമായിരുന്നു. പണ്ടത്തെ മുസ്രീസ് തുറമുഖവുമായി നദിമാർഗം ബന്ധപ്പെട്ടിരുന്ന ഈ ചാലക്കുടി പ്രദേശം അതുകൊണ്ട് തന്നെ കേരളത്തിലെ വാണിജ്യ തലസ്ഥാനമായി ഈ ചാലക്കുടി അറിയപ്പെട്ടിരുന്നു. ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ ട്രാംവേ ലൈനും ഈ ഒരു ചാലക്കുടി പട്ടണത്തിലായിരുന്നു എന്നതും ശ്രദ്ധേയമായാണ്. ചാലക്കുടി മണ്ഡലം, ലോക്സഭാ മണ്ഡലം വരുമ്പോൾ മലയോര പ്രദേശവും തീരപ്രദേശവും എറണാകുളം ജില്ലയുടെ നഗരപ്രദേശങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു ചാലക്കുടി ലോക്സഭാ മണ്ഡലം. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ജീവിത രീതിയിലുള്ള ആളുകൾ ഈ ഒരു ചാലക്കുടി മണ്ഡലത്തിൽ ഉണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഈ ചാലക്കുടി മണ്ഡലത്തിലെ പര്യടനം നമ്മൾ ആരംഭിക്കുമ്പോൾ ഈ ചാലക്കുടിയിലെ ജനങ്ങൾ, വോട്ടേഴ്സ് സംതൃപ്തരാണോ? അവരുടെ നേരിടുന്ന വെല്ലുവിളികൾ എന്താണ്? ഇതെല്ലാം ചോദിച്ചറിയാനുള്ള ഗുഡ്നസ് ന്യൂസിൻ്റെ ഈ ഒരു തെരഞ്ഞെടുപ്പിലെ ക്രൈസ്തവ ശബ്ദം ഇവിടെ ഇന്ന് ആരംഭിക്കുകയാണ്. ചാലക്കുടി മുതൽ അതിരപ്പള്ളി വരെയുള്ള റൂട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾ സംതൃപ്തരാണോ? ഒരുപക്ഷെ അവർ വളരെ ആശങ്കയോടെയാണ് തങ്ങളുടെ ജീവിതം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്തരത്തിൽ ചാലക്കുടി അതിരപ്പള്ളി റൂട്ടിലെ വെറ്റിലപ്പാറ അരൂർ മൊഴി ഭാഗത്തു നിന്ന് കുറച്ച് പേര് നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഇലക്ഷനൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ചൂടിലാണ്. പക്ഷെ നിങ്ങൾ ഈ ജീവിക്കുന്നവർ സംതൃപ്തരാണോ? ഞങ്ങൾ ഈ ഇലക്ഷനോട് സംതൃപ്തനല്ല. ഞങ്ങളുടെ ജീവിതം ഭയാനകമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ആണ് ഞങ്ങൾക്ക് ഈ ആനകളുടെയും വന്യജീവികളുടെയും ഉപദ്രവം സഹിക്കാൻ പാടില്ലാണ്ട് വന്നിരിക്കുന്നത്. ബാങ്ക് ലോൺ എടുത്തിട്ട് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങളുടെ കൃഷിസ്ഥലം വീടും ജപ്തിക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ബാങ്ക് മാനേജറായിട്ട് സംസാരിച്ചു. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ?
അപ്പോൾ അവർ പറയുന്നത് ബാങ്കിൻ്റെ ലോണിൻ്റെ പലിശ അടയ്ക്കണം, അല്ലാണ്ട് അത് ബാങ്കിൻ്റെ രീതി കൂടെ പോകും. അപ്പോൾ അതുകൊണ്ട് പലിശ അടയ്ക്കണം. നമ്മൾ പറയുന്നത് ഞങ്ങൾക്ക് യാതൊന്നും തെങ്ങുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കൊലയുണ്ട്, മുകളിൽ കയറി വെട്ടിയിട്ട് കഴിയുമ്പോൾ ഹോള് മാത്രം ഉണ്ടാവും, മലെണ്ണം വന്ന് തിന്ന് വെച്ചിരിക്കുകയാണ്. റബ്ബറിന് ഇപ്പോൾ കുറച്ച് വില കൂടിയിട്ടുണ്ട്. കാരണം കൃഷി സ്ഥലങ്ങളിൽ ആന 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ ഒരേ ഏരിയയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ നിസ്സഹായതാണ്. അതായത് അവരൊരു യുദ്ധഭൂമിത്തേക്ക് പോകുമ്പോൾ, ആനേനെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ അവരുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല, ഒരു ടോർച്ചോ അതിനു വേണ്ടിയല്ല, ഒരു ഈറ്റവടിയും കൊണ്ടാണ് പോകുന്നത് ആനേനെ ആട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരും വിഷമിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ്. അവരെ കൂടുതൽ കുറ്റം പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഈ മല സൈഡിൽ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. ഈ ഫെൻസിങ് ഇടയ്ക്കൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ പൊട്ടിപ്പോയി കഴിയുമ്പോൾ അതിൻ്റെ കണക്ഷൻ വിട്ടിരിക്കണം, അതിൽ കൂടെ ആനകൾ ഇറങ്ങുന്നുണ്ട്. അതല്ലെങ്കിൽ കുറച്ച് അപ്പുറത്ത് തന്നെ നിൽക്കും. ഫെൻസിങ് ശരിയാണെങ്കിൽ കുറച്ച് അപ്പുറത്ത് തന്നെ നിൽക്കും. പുഴ സൈഡിൽ നിന്നും കയറി വരുന്ന ആനകൾക്കൊരു വിജനമായിട്ടുള്ള സ്ഥലമാണ്. എണ്ണപ്പന കണ്ടു കഴിഞ്ഞാൽ ആന മാറിപ്പോവില്ല. അപ്പോൾ ആ രീതിയിലാണെങ്കിൽ പുഴ സൈഡ് ഫെൻസിങ് ചെയ്യാൻ പറഞ്ഞിട്ടും ചെയ്തിട്ടില്ല. പറയുമ്പോൾ ഇവർ പറയുന്നത്, ഗവൺമെൻറ് പറയുന്നത് 13 കോടി രൂപ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ടെന്നാണ്. അതുകൂടാണ്ട് 4 കോടി രൂപ അതിരപ്പള്ളിക്ക് തന്നെ അനുവദിച്ചിട്ടുണ്ടെന്ന്. ഇന്നേ വരെ അനുവദിച്ചത് മാത്രമേ ഉള്ളൂ, ഒരു പ്രവർത്തനം ചെയ്യുന്നില്ല. മലയോര ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഇവിടെ വസിക്കുവാനുള്ള അവസരം ഉണ്ടാക്കണം. ഇലക്ഷൻ കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്ന MP-മാർ അവിടെ പോയിരുന്ന് കാര്യങ്ങൾ തിരക്കുന്നു എന്നതുപോലെ തന്നെ ഇവിടെ വന്ന് ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ഇടപെടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതുവരേക്കും നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ വന്യജീവികളുടെ ആക്രമണം മൂലം 4-ൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ട പഞ്ചായത്താണിത്. ഏറ്റവും ആകൃഷ്ടമായ അതിരപ്പള്ളി എന്ന് പറയുമ്പോൾ വന്യജീവികളുടെ ആക്രമണം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ജനത, ആന, പന്നി, മാൻ, മലയണ്ണാൻ, കുരങ്ങ്, ഇത്രയും സാധനങ്ങളുടെ വലിയ ബൃഹത്തായ എണ്ണത്തിൽ വളരെ അധികം, അതിനുള്ള ക്രമീകരണം ഇതുവരേക്കും സർക്കാരോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഒരു 2600 ആനകൾക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള ഈ വനപ്രദേശം കേരളത്തിലെ 7600-ൽ കൂടുതൽ ആനകളുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അത് സർക്കാരിൻ്റെ കണക്കാണ്. ഇത്രയും ആനകളെ നമ്മുടെ ഈ കാട്ടിൽ ജീവിപ്പിക്കുവാൻ ആവശ്യമായ വെള്ളം, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ഭക്ഷണം കാട്ടിലൊന്നും സംഭരിച്ചു വയ്ക്കുന്നില്ല. വേനൽക്കാലമായാൽ അവരിങ്ങോട്ട് ഇറങ്ങി വരിക, വെള്ളം കുടിക്കാൻ പുഴയിലിറങ്ങുക, പുഴ കഴിഞ്ഞാൽ ഉടനെ അടുത്ത ആളുടെ പറമ്പിലേക്ക് കയറുക. കിട്ടുന്ന ഒരു പ്രാവശ്യം ഒരു പറമ്പിൽ വാഴ അല്ലെങ്കിൽ ചക്ക കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അവൻ നിരന്തരം അത് തീരുന്നത് വരെ അവിടെ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. മരണപ്പെടുന്ന ഓരോരുത്തർക്കും അവരുടെ ജീവൻ വലുതാണ്. അതിന് 10 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് കുടുംബത്തിൻ്റെ നഷ്ടം നികത്താൻ പറ്റില്ല. കേരളത്തിൽ ആവശ്യം പോലെ നമുക്ക് സംഘടനകളുണ്ട്, കൃഷി സംഘടനകളുണ്ട്. പക്ഷേ അവരാരും കൃഷിക്കാരൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതുവരേക്കും മുന്നോട്ട് വന്നില്ല. ആകെ ഞാൻ കണ്ടത് കിഫ എന്ന് പറയുന്ന ഒരു സംഘടനയാണ്, കേരള ഇൻഡിപെൻഡൻറ്റ് ഫാർമേഴ്സ് അസോസിയേഷൻ. അവരാണ് ഇപ്പോൾ ഇക്കാര്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ചേച്ചി, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സ്ത്രീജനങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യമാണ് കൂടുതലായിട്ടുള്ളത്. നമ്മുടെ വീടുകളിൽ ഒരു വാഴയോ അല്ലെങ്കിൽ ഒരു തെങ്ങോ ഒന്നുമില്ല, എല്ലാവരും നശിപ്പിച്ച് കളഞ്ഞേക്കാണ്. പിന്നെ ഗവൺമെൻറ് പറയും ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞു വെക്കണേ. ആ വാക്ക് കേൾക്കണത് തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വെറുപ്പായിട്ട് തോന്നണേ. ഒരു പരിഹാരവും ഇവിടെ കാണുന്നില്ല. പിന്നെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നുണ്ട്, അതും പറയണേക്കാം. TV-ലൊക്കെ ചാനലുകളിൽ പറയും ആവാസ വ്യവസ്ഥയിൽ ഉൾപ്പെടേണ്ടതാണ് മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങളൊക്കെ. അതിലേറ്റവും പ്രധാനം മനുഷ്യരല്ലേ. അവരുടെ ജീവനും സ്വത്തിനും പ്രാധാന്യം കൊടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ വളപ്പിൽ 3 പ്രാവശ്യം ആന വന്നു. ഒരു പ്രാവശ്യം വന്ന് 3 തെങ്ങ് കളഞ്ഞു, 2-ാം പ്രാവശ്യം 2-ാം തെങ്ങ് കളഞ്ഞു. ചുറ്റും കമ്പിവേലിട്ടേക്കാണ്. ഒരു വശത്തെ കൂടി കയറുമ്പോൾ കമ്പിവേലി പോസ്റ്റൊക്കെ പൊളിച്ചുകൊണ്ടാണ് ഈ അകത്തോട്ട് കയറുന്നത്. ഇതൊക്കെ നശിപ്പിച്ച് പോകുമ്പോൾ മറുവശവും പൊളിഞ്ഞ് തന്നെ പോകണം. അത്രയും പോസ്റ്റും കമ്പിവേലിയൊക്കെ. ഞാനൊരു ഗൾഫുകാരനായിരുന്നു. 2006 നാട്ടിൽ വരുമ്പോൾ നാട്ടിൽ എന്തെങ്കിലും കൃഷി ചെയ്ത് ജീവിക്കാൻ ഉദ്ദേശിച്ചാണ് വന്നത്. അതിനു വേണ്ടിയാണ് ഇപ്പോൾ പറഞ്ഞ പോലെ കമ്പി വേലിയൊക്കെ ഇട്ടൊക്കെ സെറ്റ് ചെയ്ത് ആന ഒരു വഴിക്ക് വന്ന് ഒരു 10 പോസ്റ്റ് കളയും. അകത്ത് കയറി ഒരു 40-50 വർഷം പഴക്കമുള്ള തെങ്ങുകളാണ് നശിപ്പിച്ചിരിക്കുന്നത്. അത് തിരിച്ചു പോകുന്ന വേറെ വഴിക്കാം. അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള പോസ്റ്റർ അത് നശിപ്പിക്കും. ഇപ്പോൾ പരാതി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ 3 ലക്ഷം മുടക്കി കഴിഞ്ഞ് എനിക്ക് കിട്ടിയത് 15,000 രൂപയാണ്.
അപ്പോൾ ഈ കൃഷി ചെയ്ത് ജീവിക്കുമെന്ന് ഉദ്ദേശിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് അവർക്ക് പെൻഷനും ശമ്പളവും ആക്കി, ഞങ്ങൾ കർഷകരായിട്ട് ജീവിക്കും. അതിന് ഉത്തരം പറയേണ്ടത് സർക്കാരാണ്. കർഷകരുടെ കാര്യം പറഞ്ഞാൽ ആരൊന്നും മിണ്ടാനുമില്ല, സർക്കാരൊന്നും പറയാനുമില്ല. ഈ വർഷം ഇപ്പോൾ കർഷകരിങ്ങനെ വോട്ട് ചെയ്യാൻ പോകണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. ചാലക്കുടി അതിരപ്പള്ളി ഈ ഒരു റൂട്ടിലുള്ള കോട്ടപ്പുറം രൂപതയിൽപ്പെട്ട മേരിമാത ലത്തീൻ ദേവാലയത്തിലെ വികാരി ഫാദർ ജാപ്സൺ കാട്ടുപറമ്പിലച്ചൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ആച്ച, ഇലക്ഷനുമായി നമസ്കാരം. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കിലാണ് നാട് മുഴുവൻ. ഇപ്പോൾ ഈ ഒരു ദേവാലയത്തിലെ ഇടവക ജനങ്ങളും ഇപ്പോൾ ഈ ഒരു പ്രദേശവാസികളെ സംബന്ധിച്ചോളം എങ്ങനെയാണ് അവർ ഈ ഒരു ഇലക്ഷനെ നോക്കിക്കാണുന്നത്? ഈ ഇലക്ഷന് നോക്കിക്കാണെന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഇതൊരു ടൂറിസ്റ്റ് മേഖലയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അതിരപ്പള്ളി ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിയൊരു വാട്ടർഫോൾസ് ഉള്ളൊരു സ്ഥലം, ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടുത്തുള്ള ആളുകൾക്ക് വലിയ ഭയത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത്. കാരണം എല്ലാ ദിവസവും ആനിറങ്ങാണ്, വന്യമൃഗങ്ങൾ എല്ലാ ദിവസവും വന്നുകൊണ്ട് ഇവിടെയുള്ള ആളുകളുടെ സ്വസ്ഥതയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടുള്ള ടൂറിസ്റ്റിൻ്റെ ഒഴുക്ക് വരെ ഇപ്പോൾ വളരെയധികം കുറഞ്ഞു. കാരണം അവർക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഈ മേരിമാത ലത്തീൻ പള്ളിയിൽ ഒരു 80ഓളം വീട്ടുകാരുണ്ട്. ഇവിടെയുള്ള ആളുകൾക്കും വലിയ ബുദ്ധിമുട്ടാണ്. അവരുടെ കൃഷി നശിക്കുന്നു, അവർക്ക് വിവാഹങ്ങൾ ഇവിടെ നടക്കുന്നില്ല, ഇവിടേക്ക് സ്ഥലങ്ങൾ ഒന്നും വിൽക്കാൻ സാധിക്കുന്നില്ല. കാരണം അത്രമാത്രം ഒരു പ്രോബ്ലത്തിലൂടെയാണ് ഈ ഒരു സ്ഥലം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് അടിയന്തരമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാകും. ഈ അതിരപ്പള്ളി പഞ്ചായത്തിൽ തന്നെ ഒരു 22,000 കുടുംബങ്ങൾ തന്നെയുണ്ട്. ഈ കുടുംബങ്ങളെല്ലാവരും ഒരേപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുഃഖമെന്ന് പറഞ്ഞാൽ ഈ ഒരു വന്യമൃഗങ്ങളുടെ ശല്യമാണ്. പ്രധാനം ആനയാണ്. ആന നമ്മൾ വിചാരിക്കും ഒരു ആനയാണെന്നൊക്കെ വിചാരിക്കും, അതിനേക്കാളൊക്കെ ഉപരി ഒരു 10-20 ആനകളൊക്കെ ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അത് അപ്പുറത്ത് നമുക്കറിയാം കോടനാട് ആ ഭാഗം, അവിടെ നിന്ന് ആനകൾ കംപ്ലീറ്റ് ഇവിടെ പുഴയിൽ ഇറങ്ങും. അത് കഴിഞ്ഞ് നേരെ ജനവാസ മേഖലയിലേക്കാണ് അത് കയറി വരുന്നത്. ജനവാസ മേഖലയിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ആളുകളുടെ തിങ്ങി പാർക്കുന്ന ആളുകളുടെ ഇടയിൽ കൂടെ ഈ സാധനം കടന്നു വരുന്നു, ആനകൾ കടന്നു വരുന്നു, ഇവിടെ കൃഷി നശിപ്പിക്കുന്നു. ഇവിടെ ഉള്ള ആളുകൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ ഫോറസ്റ്റുകാർ വന്ന് പടക്കം പൊട്ടിച്ചൊക്കെയാണ് ഈ ആനേനൊക്കെ ഓടിക്കുന്നത്. ഇവിടെയുള്ള ആളുകൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇവർക്ക് മര്യാദയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ചാലക്കുടിയിൽ നിന്ന് രാത്രി ഒരു 6 മണി 7 മണി കഴിഞ്ഞാൽ ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. എല്ലാവരും പേടിയാണ്. ജനങ്ങൾക്ക് പേടിയുണ്ടോ? കാരണം ഇവിടെ നിന്ന് ഇത്രയും ടൂറിസ്റ്റ് മേഖലയാണ്, ജനങ്ങൾ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുക അല്ലെങ്കിൽ അവരിവിടെ നിന്ന് ഒഴിഞ്ഞു പണി പോയിക്കോട്ടെ എന്നൊരു ചിന്ത സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളതായിട്ടുള്ള ആശങ്ക ജനങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ? അങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ പറയുന്നുണ്ട്. അത് വേറെ ഒരു രീതിയിലേക്ക് ഇതിനെ തിരിക്കാനാണോ എന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇനിയിപ്പോൾ ഇതൊരു ഡാമൊക്കെ ഇനി വരാനുള്ളൊരു മേഖലയായിട്ടാണ് അവർ കാണുന്നത്. ഇവിടെയുള്ള ആളുകൾ എങ്ങനെയെങ്കിലും പൊക്കോട്ടെ, ആനകളെ പേടിച്ച് പൊക്കോട്ടെ, അങ്ങനെയൊക്കെ ചിന്തയുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ഇതിൻ്റെ പിന്നിൽ. അതുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയും അധികം 22,000 കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എന്തായാലും ഒരു നടപടി എടുക്കേണ്ടതാണ്. ഇതുവരെ ഒരു നടപടിയും എടുക്കുന്നില്ല. മറ്റ് വിഷയങ്ങൾ ഈ ഒരു അതിരപ്പള്ളി അല്ലെങ്കിൽ ഈ ഒരു ഇപ്പോൾ ഈ ഒരു മേഖലയിലുള്ളവർ അനുഭവിക്കുന്ന ഇഷ്യൂസ് എന്താണ്? ഇവിടെ പിന്നെ വേറെ ഇഷ്യൂസ് വരുന്നത് കുടിവെള്ളത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം ഇവിടെ വാട്ടർഫോൾസ് ഉണ്ട്, പുഴയുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇവിടെ കുടിവെള്ളത്തിൻ്റെ ഒരു ക്ഷാമം രൂക്ഷമായിട്ട് അനുഭവിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ പള്ളിയിലാണെങ്കിൽ പോലും വെള്ളം കുറവാണ്. പിന്നെ കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും എത്തുന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു പ്രോബ്ലമാണ്. അതിപ്പോൾ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നവർ അത് മനസ്സിലാക്കി അത് ഇവിടുത്തെ ആളുകൾക്ക് സഹായിക്കണമെന്നാണ് ഞങ്ങളുടെ വിനീതമായ അഭിപ്രായം. കടുത്ത വേനലിൽ വറ്റി വരണ്ട ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം മഴക്കാലത്തെല്ലാം വളരെയധികം വെള്ളം ഈ ഒരു പ്രദേശം മുഴുവൻ ഇരച്ചിറങ്ങി ഈ പാലത്തിൽ പോലും ആളുകൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വളരെ മനോഹരമായ ദൃശ്യം നൽകുന്ന ഒരു ചാർപ്പ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടവും ചാർപ്പ വെള്ളച്ചാട്ടവും എല്ലാം ഉൾപ്പെടുന്ന ഈ ഒരു ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 7 നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്നതാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം. അതായത് കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, ചാലക്കുടി, അങ്കമാലി, പെരുമ്പാവൂർ, ആലുവ, കുന്നത്തുനാട്.
ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തെ നോക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഒരു മുന്നണിയെയും ഒരുപാട് നാൾ സപ്പോർട്ട് ചെയ്യുന്നൊരു അവസ്ഥ നമ്മൾ കണ്ടിട്ടില്ല. പരീക്ഷിച്ച് UDFനെയും LDFനെയും മാറി മാറി പരീക്ഷിക്കുന്ന ഒരു സ്വഭാവമുള്ള മണ്ഡലമാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ 7 നിയമസഭാ മണ്ഡലത്തിലും ഇതേ അവസ്ഥ തന്നെയാണ്. 4 നിയമസഭാ മണ്ഡലങ്ങളിൽ UDF ഉള്ളപ്പോൾ 3 എണ്ണമാണ് LDFന് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു ലോക്സഭാ മണ്ഡലത്തിൻ്റെ ക്രൈസ്തവരുടെ എണ്ണം, ക്രൈസ്തവ വോട്ടേഴ്സിൻ്റെ എണ്ണം 39.33%. ഏകദേശം ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള നിർണായകമായൊരു ശക്തിയാണ് ക്രൈസ്തവർ ഈ മണ്ഡലത്തിൽ. കഴിഞ്ഞ ഒരു 3-4 ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2019 ബെന്നി ബെഹനാൻ UDFൻ്റെ 47.81% വോട്ടോടു കൂടിയാണ് വിജയിച്ചത്. 2014 അതിനു മുമ്പ് ഇന്നസെൻ്റ് 40.50% വോട്ടോടുകൂടി വിജയിച്ചപ്പോൾ 2009 KP ധനപാലൻ 50.2% വോട്ടോടു കൂടിയാണ് ഈ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു പോയിട്ടുള്ളത്. കേരള ഇൻഡിപെൻഡൻറ്റ് ഫാർമേഴ്സ് അസോസിയേഷൻ കിഫയുടെ ജില്ലാ സെക്രട്ടറിയായ വർഗീസ് പോൾ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. നമ്മുടെ തിരഞ്ഞെടുപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ കർഷകർക്ക് വേണ്ടി നിൽക്കുന്ന വലിയൊരു സംഘടനയാണ്, സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഈ ഒരു കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇലക്ഷനിൽ ഇപ്പോൾ നമ്മുടെ MPമാരാണ്, അവർ മുന്നോട്ട് വയ്ക്കുന്ന വികസനവും നിങ്ങളുടെ കർഷകരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തമ്മിൽ എങ്ങനെയാണ് നിങ്ങൾക്കൊന്ന് പറയാൻ സാധിക്കുക? ഇലക്ഷനെ സംബന്ധിച്ച് ഇപ്പോൾ ചാലക്കുടിയിൽ 1-2 സ്ഥാനാർത്ഥി സംഗമങ്ങൾ കഴിഞ്ഞിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എല്ലാ സ്ഥാനാർത്ഥികളും മുന്നോട്ട് വയ്ക്കുന്ന ഒരു വികസനം എന്ന് പറയുന്നത് മെട്രോ റെയിൽ തൃശ്ശൂർക്ക് നീട്ടുക, 6 വരി ദേശീയപാത 6 വരി ആക്കുക, പിന്നെ മെഡിക്കൽ കോളേജ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള വികസനങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള കർഷകരുടെ, മലയോര മേഖലയിലെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് അതിരപ്പള്ളി, പാലപ്പള്ളി പോലെയുള്ള മേഖലകളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ആരും വിരൽ ചൂണ്ടുന്നില്ല. ഇതുവരെ നിലവിൽ 5 വർഷം ഭരിച്ചവരായിരുന്നാലും അതിന് മുമ്പ് ഭരിച്ചിരുന്നവരായ പോലും ഒരു തരത്തിലുള്ള നടപടികളും അതിൻ്റെ പേരിലുണ്ടായിട്ടില്ല. ഇവിടെ ഈ വന്യമൃഗശല്യം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള പദ്ധതികളും അവർ ആവിഷ്കരിച്ചിട്ടില്ല. 2020 സ്ഥാനാർത്ഥിയാണ് അതിന് വിപരീതമായിട്ട് കുറച്ചും കൂടിയും 1000 സ്ഥലത്ത്, ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ 1000 സ്ഥലത്ത് വന്യജീവികളെ പ്രതിരോധിക്കാനുള്ള എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് 2020 ചാർലി പോളാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹം മിക്കവാറും പ്രസംഗങ്ങളിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മറ്റാരും തന്നെ അവർക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇതുവരെ അവർ ഭരിച്ചിട്ട് അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. 1% പോലും വന്യജീവി ശല്യത്തിന് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരു സംരക്ഷണ വേലിയോ അല്ലെങ്കിൽ ആനമതിലോ അങ്ങനെ റെയിൽ ഫെൻസിങ്ങോ അല്ലെങ്കിൽ സോളാർ ഫെൻസിങ്ങോ അങ്ങനെ ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും അവരെ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. വനംവകുപ്പിലെ ജീവനക്കാരെ കൊണ്ട് കൃത്യമായിട്ട് അവരുടെ ജോലി, അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിപ്പിക്കാൻ പോലും ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക്, MLA ആയാലും MP ആയാലും പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയാൽ പോലും സാധിച്ചിട്ടില്ല. ഞങ്ങൾ നിരവധി തവണ പരാതികൾ കൊടുത്തു. ജനങ്ങൾ വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും പള്ളി, അമ്പലങ്ങൾ വഴിയുമൊക്കെ നമ്മൾ പലതരത്തിലുള്ള നിവേദനങ്ങളും പരാതികളൊക്കെ കൊടുത്തിരുന്നതാണ്. പ്രതിഷേധ പരിപാടികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവിടെ കിഫ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. കേരളത്തിൽ അങ്ങോളം കർഷക പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു സംഘടനയാണ് കേരള ഇൻഡിപെൻഡൻറ്റ് ഫാർമേഴ്സ് അസോസിയേഷൻ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ട് പോലും, സംഘടനാപരമായിട്ട് വെച്ചിട്ട് പോലും പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ആവശ്യങ്ങൾ വളരെ തിരസ്കരിച്ച് കളയുന്ന ഒരു മനോഭാവമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇപ്പോൾ കർഷകർക്ക് സോളാർ ഫെൻസിങ്ങിനുള്ള സബ്സിഡി കൊടുക്കുന്നുണ്ടെന്ന് പഞ്ചായത്ത് അനൗൺസ് ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ ആദ്യഘട്ടത്തിലുള്ള ചിലവുകൾ മുഴുവൻ കർഷകർ എടുക്കണം. ഈ പാവപ്പെട്ട കർഷകർ ലോൺ എടുത്ത് ഭാര്യയുടെ സ്വർണം പണയം വെച്ചും കൃഷി ഇറക്കുന്ന കർഷകർ ഇനി സോളാർ ഫെൻസിങ്ങിനും കൂടി വേണ്ടി ആ ഒരു പണം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. കൃഷി ഇത്തരത്തിൽ ലോൺ എടുത്തും പണയം വെച്ചും കിട്ടുന്ന കാശ് കൊണ്ട് ചെയ്യുന്ന കൃഷിയിൽ നിന്ന് ഒരു വരുമാനം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ജീവന് പോലും ഭീഷണിയാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വീടുകളിലേക്ക് പോലും വന്യജീവികളുടെ ആക്രമണം, കുരങ്ങുകൾ വീട്ടിലകത്ത് കടന്ന് അരി ഭക്ഷിക്കുക, മറ്റ് സാധനങ്ങൾ ഭക്ഷിക്കുക, ആന ജനലയിലൂടെയൊക്കെ തുമ്പിക്കൈ കടത്തി അരി ഭക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ, അങ്ങനെയുള്ള പരിപാടികൾ, അതൊക്കെ ഇങ്ങനെ ഇനിയിപ്പോൾ വീട് പൊളിക്കാനും കടകളിലേക്കും വരെ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്.
വളരെയധികം ഈ അതിരപ്പള്ളി മേഖലയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉള്ള ഒരു മേഖലയാണ് ഇവിടെ അരൂർമൊഴി. 2 പള്ളി, അമ്പലം, പിന്നെ അതുപോലെ നിരവധി കടകൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അതുപോലെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയിൽ പോലും ഒറ്റയാൻ ആയിട്ടുള്ള ആനകൾ നിരന്തരമായിട്ട്, അതിന് തൊട്ട് സമീപത്താണ് ഫോറസ്റ്റ് സ്റ്റേഷൻ, എന്നിട്ട് പോലും ആ ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ കൂടെ വന്ന ആനയെ പോലും ഈ വനം വകുപ്പിന് പ്രതിരോധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ആ സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ ജനപ്രതിനിധികൾ, MLA, വാർഡ് മെമ്പർ പോലും ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അവിടുത്തെ ജനങ്ങളുടെ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ആളുകളെ ഇതുപോലെ കൃഷിനാശം സംഭവിച്ച സ്ഥലങ്ങളിലേക്ക് മാധ്യമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ പോലും അത്ര പോലും വാർഡ് മെമ്പർമാർ പോലും എത്തി നോക്കുന്നില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങളിൽ വരുന്നു, വാർത്തയാവുന്നു, അതൊരു 1-2 ദിവസം കൊണ്ട് അത് കഴിയുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ വീഡിയോ പിടിച്ച കൃഷി സ്ഥലത്ത് ചിലപ്പോൾ ഇന്ന് രാത്രി വീണ്ടും വരുവാനാണ്, പകലും വന്നേക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ മാധ്യമങ്ങളും മറന്നു, അതുവരെയുള്ള വന്നു ചേർന്ന സംസാരിച്ച നാട്ടുകാരും ആ വിഷയം മറന്നുപോയി. അപ്പോൾ തുടരെ വന്യജീവികൾ വന്ന് ഈ കൃഷിനാശം ഒരേ പറമ്പിൽ നടക്കുമ്പോൾ അവിടെ നമുക്ക് വനം വകുപ്പിൻ്റെ ഓഫീസിൽ പോയിട്ട് പരാതി കൊടുക്കാനുള്ള സമയം പോലും കിട്ടുന്നില്ല. സോളാർ ഫെൻസിങ് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫെൻസിങ് വീണ്ടും റിപ്പയർ ചെയ്യണം. കൃഷിനാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പത്രക്കാരെ അറിയിക്കണം. പിന്നെ ഫോറസ്റ്റിൽ ഓൺലൈനിൽ അക്ഷയ വഴി പരാതി കൊടുക്കണം. ഇങ്ങനെയുള്ള നിരവധി കൂടുതൽ ചുമതലകൾ കർഷകരിലേക്ക് വന്നു ചേരാണ്. അപ്പോൾ കർഷകൻ്റെ ദൈനംദിന ജീവിതത്തിലുള്ള മറ്റു കാര്യങ്ങൾ, കുട്ടികളുടെ പഠിപ്പായിക്കോട്ടെ, ചികിത്സ ആയിക്കോട്ടെ, മറ്റു പ്രശ്നങ്ങൾക്ക് വേണ്ടി കർഷകർക്ക് സമയം കണ്ടെത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് എല്ലാ രീതിയിലും ജീവിതം വളരെ ദുസ്സഹമായിട്ടുള്ളൊരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ പ്രിയങ്കരനായ സാരഥി, നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുച്ചേർന്നിത വിവാഹത്തിന്റെ തൊട്ടു പിന്നിലൂടെ കടന്നു വരികയാണ്. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ MP-യും UDF-ന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുമായ ശ്രീ ബെന്നി ബെഹനാൻ സാർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സാറേ, 2ാം വട്ടമാണ് ഇപ്പോൾ ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് സാറ് ജനവിധി നേടുന്നത്. കഴിഞ്ഞ വർഷം വലിയൊരു വിജയ മാർജിനിലായിരുന്നു ചാലക്കുടിയിലെ മണ്ഡലം സാറിന് തന്നത്. ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് ചാലക്കുടി മണ്ഡലത്തിലെ പ്രതികരണം? എനിക്ക് വലിയ ആത്മവിശ്വാസമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനേക്കാൾ തിളങ്ങുന്ന വിജയം ഈ പ്രാവശ്യം ഉണ്ടാകും എന്ന പൂർണ്ണമായ ആത്മവിശ്വാസം. എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ കാണുന്ന പ്രതികരണം കേന്ദ്രം ഭരിക്കുന്ന മോഡി ഗവൺമെൻറ്റിനെയും സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റിനെയും എതിരായ പ്രതികരണമാണ്. രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും രക്ഷിക്കാൻ, രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ മോഡി ഭരണകൂടം മാറണമെന്ന അഭിപ്രായക്കാരാണ് ഇവിടെ. പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ജനങ്ങളെ ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത രീതിയിൽ വിഷമത്തിലാക്കിയിരിക്കും. ശമ്പളമില്ല, പെൻഷനില്ല, ക്ഷേമ പെൻഷനില്ല, അതുപോലെ തന്നെ സാമ്പത്തികമായ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. വിലക്കയറ്റം അതിൻ്റെ ഉച്ചകോടിയിൽ നിൽക്കുന്നു. സപ്ലൈകോയിൽ നിത്യോപയോഗ സാധനങ്ങളില്ല. വീട്ടുകരം കൂട്ടി, വെള്ളക്കരം കൂട്ടി, ട്രാൻസ്പോർട്ട് ചാർജ് കൂട്ടി. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ബോംബ് നിർമ്മാണത്തിലൂടെ കേരളത്തിൻ്റെ ക്രമസമാധാന രംഗത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി മാറിയിരിക്കുന്നത്. കേരളത്തിൻ്റെ കലാലയ അന്തരീക്ഷം കലാപമായി മാറിയിരിക്കുന്നു. ഇത്തരം തെറ്റുകൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുക എന്നത് ജനങ്ങളുടെ ഒരു കർത്തവ്യമാക്കി മാറ്റുന്നു. അതോടൊപ്പം തന്നെ 5 വർഷക്കാലത്തെ എൻ്റെ ഈ നിയോജകമണ്ഡലത്തിൽ നടത്താൻ കഴിഞ്ഞ പ്രവർത്തനത്തിൻ്റെ സ്വീകാര്യത അതും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ഘടകമായി മാറും. എന്തുകൊണ്ടും നല്ല ഒരു വിജയം കരസ്ഥമാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ്. സാറേ, ചാലക്കുടിയുടെ വികസനത്തിൽ എന്തൊക്കെ സ്വപ്നമാണ് കാണുന്നത്? ചാലക്കുടിക്ക് ഒട്ടേറെ വിജയ സാധ്യതയുണ്ട്. കേരളത്തിൽ കടലോരം, അതുപോലെ തന്നെ സമതലം, മലമ്പ്രദേശം, ഇത് 3 ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായി ഇത്തരം പ്രത്യേകതകളുള്ള ഒരു നിയോജകമണ്ഡലമാണ് ചാലക്കുടി. നമ്മൾ കടന്നു പോകുന്ന അതിരപ്പള്ളിയാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് സാധ്യതയുള്ള പ്രദേശമാണ്. ഇതിനെയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് സമഗ്രമായ വികസനം, ഇതിൻ്റെ കണക്ടിവിറ്റി, അതുപോലെ തന്നെ റോഡുകൾ, റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ മറ്റുള്ള സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തി ടൂറിസം ആംഗിളിലും ഉണ്ടാകേണ്ട ഡെവലപ്മെൻറ്റ്സ്, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, ഇതിനൊക്കെ ഒട്ടേറെ സാധ്യതകളുണ്ട്. ഇതെല്ലാം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി ചാലക്കുടിക്ക്
ഈ 2 നദികളുണ്ട്, ചാലക്കുടി പുഴയും അതുപോലെ തന്നെ പെരിയാറും. ഈ 2 നദികളെയും സംരക്ഷിച്ചുകൊണ്ട് കുടിവെള്ളം കൂടുതൽ ലഭിക്കുന്നതിനൊക്കെ വേണ്ട സമഗ്രമായൊരു പദ്ധതിക്ക് രൂപം കൊടുത്തുകൊണ്ട് അതുമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. സാർ, അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ അതിരപ്പള്ളിയിലേക്കാണ് സാറിൻ്റെ പര്യടനം നടക്കുന്നത്. ഈ അതിരപ്പള്ളി മേഖലയിലെ ജനങ്ങൾ ഒരുപാട് ആശങ്ക പങ്കുവച്ചത് ഈ വന്യജീവി ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. പലരും പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നു എന്ന് വരെ പറഞ്ഞു. കാരണം അവരുടെ കാര്യത്തിൽ ആരും നോക്കുന്നില്ല, സംസ്ഥാന സർക്കാരായിക്കോട്ടെ കേന്ദ്ര സർക്കാരായിക്കോട്ടെ. ബാക്കി അവർ കൃഷിയായാലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വലിയ പേടിയിലാണ് ഇന്നും ഈ ഒരു അതിരപ്പള്ളി നിവാസികൾ ഈ ഒരു മേഖലയിൽ ജീവിക്കുന്നത്. ആ ഒരു മേഖലയിൽ സാർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സ്വാഭാവികമാണ്, അതിരപ്പള്ളി മേഖല പോലെയുള്ള മലയോര പ്രദേശങ്ങളിൽ വന്യജീവികളുടെ ആക്രമണങ്ങൾ വളരെ ഭീതി ഉയർത്തിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അതിരപ്പള്ളിയിൽ പോയിരുന്നു. അവർക്ക് ഒട്ടേറെ പരാതിയുണ്ട്. അത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തെക്കുറിച്ച് മാത്രമല്ല, ഇത്രമാത്രം വന്യമൃഗ ആക്രമണം നടന്നു. ഇപ്പോൾ അടുത്ത ദിവസം തന്നെ അവിടെ ഒരു സ്ത്രീ മരിച്ചു. നമ്മൾ ഈ കടന്നു പോകുന്ന പ്രദേശത്ത് വെച്ചാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടിയെ ഒരു ആന കൊലപ്പെടുത്തിയത്. ഇങ്ങനെയുള്ള വന്യമൃഗ ആക്രമണം നടന്ന് മനുഷ്യൻ മരണപ്പെടുമ്പോൾ നിഷ്ക്രിയമായി നിൽക്കുന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ സമീപനത്തോടാണ് ജനങ്ങൾക്ക് അതിൽ കൂടുതൽ പ്രതിഷേധമുള്ളത്. ആളുകൾ വോട്ട് ബഹിഷ്കരിക്കുമെന്നും തോന്നുന്നില്ല. കാരണം ഞങ്ങളവിടെ ചെന്ന് കണ്ടപ്പോൾ ഞങ്ങളോട് ഭയങ്കരമായ ഒരു അനുഭാവം രേഖപ്പെടുത്തി. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ മാധവ ഗാഡ്ഗിൽ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്ന വ്യക്തിയാണ്. അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള അനുവാദം കൊടുക്കത്തക്ക രീതിയിലുള്ള നിയമനിർമ്മാണ ഭേദഗതി ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. സാർ, അതോടൊപ്പം തന്നെ ചാലക്കുടി മണ്ഡലത്തിൽ ഏകദേശം 39% ക്രൈസ്തവ വോട്ടുകളാണ് ഈ ഒരു മണ്ഡലത്തിലുള്ളത്. ഈ ഭാരതത്തിന് ഇന്നത്തെ അവസ്ഥയിൽ ക്രൈസ്തവർ ഏറെ ആശങ്കയിൽ അനുഭവിക്കുന്നുണ്ട്. പലപ്പോഴും ക്രൈസ്തവ പീഡനം അത് കേരളത്തിലായാലും മറ്റൊരു തരത്തിൽ ഭാരതത്തിൽ വേറൊരു തരത്തിലുണ്ട്. ഈ ഒരു മേഖലയിൽ സാറ് പാർലമെന്റിൽ ഈ ഒരു വിഷയം ഉന്നയിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം മണിപ്പൂർ ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് പാർലമെൻറ്റിൽ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. മന്ത്രിമാരെ കണ്ട് ഞാൻ നിവേദനം കൊടുത്തിട്ടുണ്ട്. ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ സമൂഹത്തെയും അവർക്ക് സുരക്ഷയും അവർക്ക് പ്രൊട്ടക്ഷനും കൊടുക്കുക എന്നതാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. ഭരണഘടനയുടെ 3-ാം വകുപ്പ് അതിൻ്റെ ഭരണഘടനയുടെ 3-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 25 മുതൽ 30 വരെയുള്ള ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും തുല്യരായി കണ്ട് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്നതാണ്. അത് നടക്കുന്നില്ല. ഇവിടെ ഭരണഘടനാ വിരുദ്ധ പരിപാടി നടക്കുന്നു. ഇതിനൊക്കെ ഞങ്ങൾ ശക്തമായി എതിർത്തിട്ടുണ്ട്, ഇനി എതിർക്കും. സാർ, അവസാനമായിട്ട് 2020യുടെ സാന്നിധ്യം ഈ ഒരു വർഷത്തെ തെരഞ്ഞെടുപ്പിലുണ്ട്. ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. ഈ 2020യുടെ സാന്നിധ്യം അതൊരു പക്ഷേ UDFന് തലവേദനയാവും, അല്ലെങ്കിൽ ഒരു ജയപ്രതീക്ഷ എത്രത്തോളം മങ്ങുമോ? സാന്നിധ്യം എന്ന് പറയുന്നത് നിയോജകമണ്ഡലത്തിൽ എല്ലായിടത്തും സാന്നിധ്യമില്ല. ഇപ്പം നമ്മൾ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ നല്ല സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയത്തില്ല. പക്ഷേ അത്തരം പ്രാദേശികമായ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനത്തിന് ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ കാര്യമായ പ്രസക്തി കൊടുക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നില്ല. എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട് ഈ ഒരു വട്ടം? 100% വിജയപ്രതീക്ഷ. 100%. ഇരിഞ്ഞാലക്കുട രൂപത പിതാവ് മാർ പോളി കണ്ണുകുടൻ പിതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. പിതാവെ, ചാലക്കുടിയും തൃശ്ശൂരും 2 മണ്ഡലങ്ങൾ ചേർന്നതാണ് ഇരിഞ്ഞാലക്കുട രൂപതയുടെ അതിർത്തി വരുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ഇപ്പോൾ വളരെ അടുത്ത് എത്തിയിരിക്കുകയാണ് നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ. നമ്മുടെ ക്രൈസ്തവർ ഈ ഒരു രൂപതയുടെ കീഴിലുള്ള വിശ്വാസികൾ അഭിമുഖീകരിക്കുന്ന പ്രധാന വെല്ലുവിളികളും പ്രശ്നങ്ങളൊക്കെ എന്താണ്? ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് ഇരിഞ്ഞാലക്കുട രൂപതയിലെ വിശ്വാസികളായിട്ടുള്ള എല്ലാ ക്രിസ്ത്യാനികളോടും അതുമാത്രമല്ല നാനാജാതി മതത്തിൽപ്പെട്ടവരോടും പറയാനുള്ളത് അവരുടെ സമ്മതിദായക അവകാശം എല്ലാവരും വിനിയോഗിക്കണം. എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായാലും അവരുടെ സ്വതന്ത്രമായിട്ട് വിനിയോഗിക്കാവുന്ന അവസരം അവരത് വിട്ടുകളയരുത്. അതാണ് ആദ്യമേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഭാരതം ഇന്ന് നേരിടുന്ന കുറേ വെല്ലുവിളികളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഈ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ
വെല്ലുവിളികളെ അതിജീവിക്കാൻ കെൽപ്പുള്ള ഒരു കേന്ദ്ര സർക്കാരിനെ നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഉത്കണ്ഠകളും ആകുലതകളും ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ആർക്ക് സാധിക്കും? നിങ്ങളെല്ലാവരുമാണ് വിലയിരുത്തേണ്ടത്. നമ്മുടെ ഉത്കണ്ഠകളിൽ പലതുമുണ്ട്. ഇന്നിപ്പോൾ ഭാരതം സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും മികവുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ട് മാറിയിരിക്കുക. ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിലും കേരളം മുൻപന്തിയിൽ തന്നെയാണ്. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഈ കേരളത്തിൽ, ഈ ഭാരതത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇങ്ങനെ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ, അതുപോലെ സമ്പദ് വ്യവസ്ഥയിലെ വികസനം, ഉയർച്ച, ഇതൊക്കെ ഗ്രാമീണ മേഖലയിലേക്ക് എത്തുന്നുണ്ടോ? ഇതൊക്കെ ഗോത്രവർഗ്ഗക്കാരുടെയും ആദിവാസികളുടെയും പാവപ്പെട്ടവരുടെയും ഇടയിലേക്ക് എത്തുന്നുണ്ടോ? ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ സമ്പന്നർ, അത് ഭാരതത്തിലൊരു 10% ഉണ്ടാവും. അവർ കൂടുതൽ സമ്പന്നരാകുന്നു. ദരിദ്രർ വീണ്ടും വീണ്ടും ദാരിദ്ര്യാവസ്ഥയിലേക്ക് കൊപ്പുകുത്തുന്നു. ഈ കുപ്പുകുത്തുന്ന ഈ അവസ്ഥയിൽ നിന്നും നമ്മുടെ ദരിദ്ര വിഭാഗത്തെ ഉയർത്തുവാൻ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുണ്ട്, ഗോത്രവർഗ്ഗക്കാരുണ്ട്, ആദിവാസികളുണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവരുണ്ട്. ഇവരുടെ ഉയർച്ചയെ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും? അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സർക്കാരിനെയാണ് നമുക്ക് ആവശ്യം. കോർപ്പറേറ്റുകളെ വളർത്തി അവരെ ഏറ്റവും സമ്പന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രത്തിൻ്റെ മുഖം അതാണ് എന്ന് കാണിക്കുന്നതല്ല യഥാർത്ഥത്തിൽ സാമൂഹ്യനീതി എന്ന് പറയുന്നത്. ആ നീതിക്ക് സഹായകരമാകുന്ന തീരുമാനങ്ങളെടുക്കുന്ന നല്ലൊരു സർക്കാർ നമുക്കുണ്ടാകണം. അപ്പോൾ നിങ്ങൾ ഇലക്ഷനിൽ വോട്ട് ചെയ്യുമ്പോൾ അത് മനസ്സിലുണ്ടാകണം. രണ്ടാമത്തൊരു കാര്യം മതേതരത്വമാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ മനോഹരമായിട്ട് തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഭാരതത്തിൻ്റെ ജനാധിപത്യം അത് മതാധിപത്യമായി തീരാതിരിക്കാൻ ഒറ്റക്കെട്ടായിട്ട്, അത് ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ജനാധിപത്യത്തെ മതാധിപത്യമാക്കാതെ ഇരിക്കാൻ ശ്രമിക്കണം. അതിന് നേതൃത്വം കൊടുക്കുന്ന, അതിനാണ് മനോഹരമായിട്ട് മതേതരത്വം എന്നുള്ള ആശയം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്തിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതവും വേണ്ടെന്നല്ല, എല്ലാ മതങ്ങളെയും അംഗീകരിക്കുകയും എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളെ ആദരിക്കുകയും അത് ആ വിശ്വാസമനുസരിച്ച് ജീവിക്കാനും ആ വിശ്വാസമനുസരിച്ച് പ്രഘോഷിക്കുവാനുമുള്ള അവകാശവും നീതിയും അത് നടത്തിക്കൊടുക്കുന്ന ഒരു സർക്കാരായിരിക്കണം. അത് ഏതെങ്കിലും ഒരു മതത്തിന് പ്രാധാന്യം കൊടുത്ത് ഒരു മതാധിപത്യത്തിൻ്റെ അടിമച്ചങ്ങലയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട രണ്ടാമത്തൊരു കാര്യമാണ്. മൂന്നാമത്തൊരു കാര്യം, അത് തീരദേശങ്ങളിൽ വസിക്കുന്നവരായാലും കാർഷിക മേഖലയിലുള്ളവരായാലും മലയോര മേഖലയിലുള്ളവരായാലും അവർക്ക് പ്രാധാന്യം കൊടുക്കണം. കാർഷിക മേഖലയിൽ അവരുടെ കാർഷിക വിളകൾക്ക് വില കിട്ടണം. അവരുടെ കാർഷിക മേഖലകൾ അത് സ്വതന്ത്രമായിട്ട് അവർക്കവിടെ കാർഷിക വിളകൾ വളർത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഇന്ന് മനുഷ്യജീവനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് വന്യജീവികൾക്കാണോ എന്നുള്ളൊരു സംശയം ഇന്ന് എല്ലായിടത്തും ഉണ്ട്. കാരണം വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമിക്കുമ്പോൾ മരിച്ച് രക്തസാക്ഷികളായിട്ട് കൊല ചെയ്യപ്പെടുന്ന എത്രയോ മനുഷ്യജീവനുകളാണ്. ആന, കാട്ടാനയാകട്ടെ, കാട്ടുപോത്താകട്ടെ, കുരങ്ങാകട്ടെ, മറ്റ് മാനാവട്ടെ, ഇതിനെയൊക്കെ കാട്ടിൽ സ്വൈര്യമായിട്ട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. നാട്ടിലേക്ക് കടന്നു വന്ന് നാട്ടിലെ കാർഷിക വിളകൾ നശിപ്പിക്കുകയും മനുഷ്യന് വെല്ലുവിളിയാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അതിനാവശ്യമായിട്ടുള്ള സംരക്ഷണം കൊടുക്കുന്ന സർക്കാരുകൾ വേണം. നമ്മുടെ ടാക്സൊക്കെ ധാരാളം കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യത്തിനും ആവശ്യമായ ടാക്സ് കൊടുക്കുന്നുണ്ട്. ഈ ടാക്സ് അത് വിനിയോഗിച്ചുകൊണ്ട്
മനുഷ്യജീവനെ സംരക്ഷിക്കാൻ ഉതകുന്ന, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഉതകുന്ന മലയോര ഒരു സംരക്ഷണ വലയം ഉണ്ടാക്കണം. അതുപോലെ തീരദേശങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ അവരുടെ സുരക്ഷിതത്വം അതിനു വേണ്ട നടപടികൾ ചെയ്യാൻ സർക്കാരുകൾ മുന്നോട്ട് പോകണം. അതുപോലെ കാർഷിക മേഖലയിൽ ഇന്ന് വിളകൾക്ക് വിലയില്ല. കാർഷിക മേഖലയിൽ നിന്ന് പലരും പിൻവാങ്ങുന്നൊരവസ്ഥയിലേക്ക് കടന്നു വരുന്നു. അവരുടെ സംരക്ഷണം. അപ്പോൾ ഈ കാര്യങ്ങളിൽ കാർഷിക മേഖലയിലായാലും തീരദേശങ്ങളിലായാലും മലയോര പ്രദേശങ്ങളിലായാലും അവിടെ അവരുടെ ജീവൻ നിലനിർത്താൻ അവരുടെ ആവശ്യമായിട്ടുള്ള കാർഷിക മേഖലകളും തീരദേശ മേഖലകളും സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ട സംരക്ഷണം കൊടുക്കുന്ന സർക്കാരായിരിക്കും. നാലാമത് നമ്മുടെ ഉത്കണ്ഠ ഉള്ളത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ക്രൈസ്തവർ വേട്ടയാടപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അത് നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യയിലും കേരളത്തിൽ പോലും. ഞാൻ ഉദാഹരണങ്ങളൊന്നും ഇവിടെ എടുത്ത് പറയുന്നില്ല. വേട്ടയാടപ്പെടുന്നു, ക്രൈസ്തവ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു. ഇതൊന്നും ഒരു എക്സാജറേഷനല്ല, അതിശയോക്തി കലർന്ന് പറയുന്നതല്ല, ഇത് യാഥാർത്ഥ്യങ്ങളാണ്. ഈ ക്രൈസ്തവ ആരാധനാലയങ്ങളുടെയും അതുപോലെ തന്നെ ക്രൈസ്തവ സ്ഥാപനങ്ങളുടെയും നേതൃത്വ നിരയിൽ പ്രവർത്തിക്കുന്നവരെ തെറ്റിദ്ധാരണകൾ കൊണ്ടും അനാവശ്യമായിട്ടുള്ള കുറ്റാരോപണങ്ങൾ കൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലടയ്ക്കപ്പെടുകയും ജാമ്യം കിട്ടാത്ത വിധത്തിൽ അവരെ ജയിലിലടച്ച് മാസങ്ങൾ അവരെ കുറ്റക്കാരായിട്ട് വിധിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഇതിൽ നിന്നൊക്കെ ഒരു വിമോചനം വേണ്ടേ? ഈ മതേതരത്വ രാഷ്ട്രത്തിൽ ക്രൈസ്തവർക്ക് അവരുടേതായിട്ടുള്ള ആരാധനാലയങ്ങൾ, അവരുടേതായിട്ടുള്ള സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലായാലും ആതുര സേവന മേഖലയിലായാലും അതുപോലെ തന്നെ ആരോഗ്യരംഗത്തായാലും ക്രൈസ്തവരുടെ സേവനം വളരെ വിലപ്പെട്ടതാണെന്ന് പൊതുവേദികളിൽ എല്ലാ രാഷ്ട്രീയക്കാരും പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ അവരൊക്കെ പിന്മാറുന്നൊരവസ്ഥയാണ്. അതിനൊരു അന്തരം ഉണ്ടാകണം. മറ്റു മതസ്ഥരുടെ പോലെ തന്നെ ക്രൈസ്തവർക്കും സ്വതന്ത്രമായിട്ട് അവരുടെ മതവിശ്വാസം വളർത്തുവാനും അതുപോലെ തന്നെ മതാത്മകമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പരിപോഷിപ്പിക്കാനും അവരുടെ വിശ്വാസം പോഷിപ്പിക്കാനും അതുപോലെ സ്ഥാപനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഈ 4 കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് മെയിനായിട്ട് ഈ വോട്ടവകാശം വിനിയോഗിക്കുമ്പോൾ ചിന്തിക്കണമെന്ന് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ വോട്ടവകാശം, സമ്മതിദായക അവകാശം നമ്മൾ വിനിയോഗിക്കണം. നമ്മുടെ ഈ ഉത്കണ്ഠകൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്ന ഒരു സർക്കാർ വരണം. ഇവിടെ ഒരു കാര്യം നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്, നമുക്ക് ചില പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഈ ഉത്കണ്ഠകളൊക്കെ അകറ്റാനായിട്ട് പറ്റുന്ന സർക്കാരിനെ രൂപപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ. പക്ഷേ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. ഈ പരിശ്രമത്തോടൊപ്പം തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ലെന്നുള്ള ബോധ്യത്തോടുകൂടെ മുട്ടിപ്പായിട്ട് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ വിലമതിക്കുന്ന, പാവപ്പെട്ട മനുഷ്യരെ അംഗീകരിക്കുന്ന, കാർഷിക മേഖലയെ വളർത്തുന്ന, ക്രൈസ്തവർക്ക് ആവശ്യമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു സർക്കാരിനെ രൂപപ്പെടുത്തുവാൻ തമ്പുരാൻ്റെ ഇടപെടലുണ്ടാകുവാൻ മുട്ടിപ്പായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവാനുഗ്രഹിക്കട്ടെ. തെരഞ്ഞെടുപ്പിലെ ക്രൈസ്തവ ശബ്ദം എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ശ്രീ രവീന്ദ്രനാഥ് മാഷാണ്. മാഷ് ചാലക്കുടി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ചൂടിലാണ്. ഇലക്ഷൻ വളരെ അടുത്ത്. എവിടം വരെ എത്തി സാർ? ഇപ്പോൾ വാഹന പര്യടനമാണ്. 2 വട്ടം മണ്ഡലങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്.
ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കാനുള്ള അവസരം ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഓരോ റൗണ്ട് കഴിയുന്തോറും ആത്മവിശ്വാസം കൂടി വരികയാണ്. ജനങ്ങൾ കൂടുതൽ LDFൽ വിശ്വാസം അർപ്പിക്കുന്നു എന്ന് ബോധ്യമാവുകയാണ്. അത് ഇപ്പോൾ വാഹന പര്യടനത്തിൽ അവർ വഴിയിലൂടെയും വീട്ടിലുമൊക്കെ നിന്ന് ഉണ്ടാകുന്ന റിഫ്ലക്സ്, പിന്നെ നേരിട്ടുള്ള സംവാദത്തിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങൾ, അതൊക്കെ അടക്കം വളരെ അനുകൂലമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ട്. സാറ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. വളരെ നല്ല പ്രവർത്തനമായിരുന്നു സാറ് ആ കാലഘട്ടത്തിൽ കാഴ്ചവെച്ചത്. അപ്പം ചാലക്കുടി സാറിന് അറിയാം, തൊട്ടടുത്ത മണ്ഡലത്തിൽ പുതുക്കാട് സാർ MLA ആയിരുന്നു. എന്തെല്ലാം വികസന സ്വപ്നങ്ങളാണ് ഈ ചാലക്കുടിയെക്കുറിച്ച് സാർ ഇവിടെ മത്സരിക്കാനായിട്ട് വരുമ്പോൾ ഉള്ളത്? ഇവിടെ LDF നവചാലക്കുടി എന്നുള്ളൊരു സങ്കല്പം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. നവകേരള എന്നുള്ള സങ്കല്പത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് നവചാലക്കുടി, അതൊരു ഇടതുപക്ഷ പരിപ്രേക്ഷ്യത്തിലുള്ള വികസനമാണ്. അത് കെട്ടുകാഴ്ചകൾ മാത്രമാണ് വികസനം എന്നുള്ള ഒരു ഇപ്പോഴത്തെ ലോകാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി അധ്വാനിക്കുന്ന മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങൾ പടിപടിയായി പരിഹരിക്കപ്പെടുന്നതാണ് വികസനത്തിൻ്റെ അടിത്തറ. അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെടാത്ത ജനതയെ സൃഷ്ടിക്കലാണ് വികസനത്തിൻ്റെ അടിത്തറ എന്നുള്ളതാണ് നവചാലക്കുടിയുടെ ആശയപരമായ അടിത്തറ. അപ്പോൾ ആ ആശയം ഉള്ളിൽ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് ആധുനിക സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് ഹൈടെക് എന്ന രീതിയിലുള്ള ഏറ്റവും ആധുനിക ഇപ്പോൾ ആശുപത്രി, വിദ്യാഭ്യാസം ഒക്കെ ആണെങ്കിൽ ഏറ്റവും ആധുനികത. അതേസമയം പരിസ്ഥിതി നിലനിൽക്കത്തക്ക രീതിയിലും പ്രകൃതിയോട് ചേർന്ന് നിലനിൽക്കത്തക്ക രീതിയിലും അങ്ങനെ എല്ലാം ഉദ്ഗ്രഥിച്ച ഒരു ലെഫ്റ്റ് പെർസ്പെക്റ്റീവിലുള്ള ഒരു വികസനം, അത് യഥാർത്ഥത്തിൽ ഒരു മാതൃകയാവും. ഇപ്പോൾ തന്നെ ഞാൻ തന്നെ പല വീഡിയോസും ഇപ്പോൾ നവചാലക്കുടി എന്ന് പറഞ്ഞ് യൂട്യൂബിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നവചാലക്കുടി എന്ന് പറയുന്നത് ചാലക്കുടിയുടെ അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന ഒരു വികസന സങ്കല്പമാണ്. അതാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പുതുക്കാട് സുസ്ഥിര വികസന പദ്ധതി എന്നൊരു പദ്ധതി നടപ്പാക്കിയിരുന്നു. അത് തന്നെ ആ സുസ്ഥിര പദ്ധതി തന്നെ ഇവിടെ നടപ്പിലാക്കുക എന്ന രീതിയിലാണ്. സുസ്ഥിര വികസന പദ്ധതിയിലാണ് പുതുക്കാട് കൂടെ കുറേ പ്രസിദ്ധമായതും കുറേ പദ്ധതികൾ വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. സാർ, ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമായിട്ട് നമ്മൾ കേരളത്തിലെ എല്ലാ മണ്ഡലത്തോട് യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മലയോര മേഖലയിൽ, ഇപ്പോൾ ചാലക്കുടി മണ്ഡലത്തിൻ്റെ കുറേ ഭാഗം മലയോര മേഖലയിലുണ്ട്. അവിടെ എല്ലാം ജനങ്ങൾ വളരെ ആശങ്കയിലും പേടിയിലുമാണ്. അത് ഇപ്പോൾ വരുന്ന ഒരു വന്യമൃഗ ആക്രമണം എന്നൊരു വിഷയമാണ്. കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. ചാലക്കുടി മണ്ഡലത്തിലും ഈ ഒരു പ്രശ്നം ജനങ്ങൾ ആശങ്ക ഒരുപാട് ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു ചാലക്കുടി മണ്ഡലം തന്നെ കടലോര പ്രദേശത്തും കൂടി ചേർന്ന് കിടക്കുന്നതാണ് കൊടുങ്ങല്ലൂർ ഭാഗങ്ങളെല്ലാം. അവിടെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഈ രണ്ട് വിഷയങ്ങളിൽ സാറ് MP ആവുമ്പോൾ എന്ത് രീതിയിലുള്ള ഒരു ജനങ്ങൾക്ക് ആശ്വാസമായി എന്ത് നടപടിയാക്കി എടുക്കാം? അതുകൂടി ചേർത്താണ് നവചാലക്കുടിയിൽ വരുന്നു ഇതെല്ലാം. അതിൻ്റെ ഒരു പ്രത്യേക ഭാഗം ചോദിച്ചു. നവചാലക്കുടിയിൽ തീരപ്രദേശം വരും, പിന്നെ മലയോര പ്രദേശം വരും, ഇടനാടും വരുന്നു. മലയോര പ്രദേശം അല്ലെങ്കിൽ അത് ഇതിൽ തീർച്ചയായിട്ടും ഇതിൽ വരുമ്പോൾ ആ സങ്കല്പം ഉൾക്കൊണ്ടുകൊണ്ട് അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതിലാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൽ പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ കേന്ദ്ര നിയമം ഇതിന് തടസ്സമാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോൾ ലോക്സഭയിൽ എത്തിയാൽ ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കുക ഈ കേന്ദ്ര നിയമം മാറ്റണം എന്നുള്ളതാണ്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, സൈദ്ധാന്തികമായി മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ, ഇപ്പോൾ ചാലക്കുടിയൊക്കെ അനുഭവിച്ച പ്രശ്നത്തിൻ്റെ വെളിച്ചത്തിൽ മാറ്റേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു അവതരണം ലോക്സഭയിൽ നടത്താൻ വേദി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നിയമം മാറ്റാനുള്ള ഇടപെടൽ നടത്താൻ പറ്റും. ഒന്ന്, അത് മാത്രം പോരാ. ഇപ്പോൾ കാട് എന്നുള്ളത് ശരിക്കും വനമാണ്. വനം നൈസർഗികമായിട്ടുള്ള വനമായിട്ട് മാറണം. എന്താണെന്ന് വെച്ചാൽ നൈസർഗിക വനത്തിലാണ് മൃഗങ്ങളും സസ്യങ്ങളും വെള്ളവും വായുവും എല്ലാ പക്ഷികളും എല്ലാം സന്തുലിതമായി ഉണ്ടാവുക. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടത്. ഇക്വിലിബ്രിയം സ്റ്റേജ് എന്നാണ് അതിന് പറയുക. അപ്പോൾ അങ്ങനെ ഇക്വിലിബ്രിയം സ്റ്റേജ് ആണെങ്കിൽ ഇവയ്ക്ക് പുറത്തോട്ട് വരേണ്ട പ്രശ്നം വരില്ല. വെള്ളമില്ല എന്നുള്ള പ്രശ്നമേ വരില്ല, മനസ്സിലായോ? ഭക്ഷണമില്ല എന്നുള്ള പ്രശ്നമേ വരുന്നില്ല. പിന്നെ അവർ നാട്ടിലേക്ക് ഇറങ്ങേണ്ട ആക്സിഡൻ്റലായിട്ട് ചിലപ്പോൾ ഇറങ്ങി വന്നാൽ എന്നല്ലാതെ അത് ഒരു ആവശ്യം എന്ന നിലയിലേക്ക് ഇറങ്ങി വരേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്ന്, ഈ നൈസർഗിക വനം എന്നുള്ളത് അതിപ്പോൾ ഒരു MP എന്നുള്ള നിലയ്ക്ക് വനം ഉണ്ടാക്കാൻ പറ്റുന്നതല്ല അതിൻ്റെ അർത്ഥം. എങ്കിലും ഒരു ആശയം മുന്നിൽ വെച്ച് നമ്മുടെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം ജനകീയമായി ഒരു നൈസർഗിക വനസൃഷ്ടി എന്നുള്ളത് തുടങ്ങി വയ്ക്കാവുന്ന ഒന്നാണ്. കാരണം ഇത് ശാശ്വത പരിഹാരം ഇതിന് കാണണം. കേരളത്തിൽ മാത്രമല്ല, ഇത് ലോകം മുഴുവൻ ഈ ഹ്യൂമൻ അനിമൽ കോൺഫ്രണ്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ വരാൻ്റെ കാരണം ഈ നൈസർഗിക വനത്തിൻ്റെ നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് മൂന്നാമത്തത് ഈ ഫെൻസ് ചെയ്യാം, പലതും ഫെൻസ് ചെയ്യാം.
അപ്പോൾ പലതരത്തിലുള്ള ഫണ്ടുകളും ഈ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞൊരു പ്രക്രിയയുണ്ട്. നവകേരളയിലെ ഏറ്റവും മറ്റേ നവചാലക്കുടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇൻ്റഗ്രേഷൻ ഓഫ് ഫണ്ട്സാണ്. പല ഫണ്ടുകളും പരസ്പര ബന്ധമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഫണൽ പോലെ നമ്മളൊരു ഫണലില്ലേ, ഫണലിൽ വെള്ളം എവിടെ ഒഴിച്ചാലും ആ വെള്ളം ഒരൊറ്റ ദിക്കിലേക്ക് വരുള്ളൂ. അതുപോലെ പല മേഖലയിലുള്ള ഫണ്ടുകളും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അത് ഒരു സ്ഥലത്തേക്ക് വരും. അതാണ് ഇൻ്റഗ്രേഷൻ എന്നുള്ള കോൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ ഫണ്ട്സ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇതിന് കുറേ ഫണ്ട് കിട്ടും. അപ്പോൾ പ്രായോഗികമായി ഫെൻസ് ചെയ്യുക, അത് സോളാർ ഫെൻസിങ് ഉണ്ട്, പിന്നെ കാന കോരിയിട്ടുള്ള തരത്തിലുള്ളതുണ്ട്, അങ്ങനെ പലതരത്തിൽ. ഒരു 3 തരമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, അതിൻ്റെ നിയമം മാറ്റാൻ ഇടപെടുക. 2, വനം തന്നെ അതാണ് ഏറ്റവും പ്രധാനം, നൈസർഗികമാക്കുക. അതിലൂടെ വരുന്ന പല മൃഗങ്ങളും പിന്നെ വരാനുള്ളത് ഫെൻസ് ചെയ്യുക. പിന്നെ ഇതൊക്കെ എങ്ങനെ നടപ്പാക്കും എന്ന് ചോദിച്ചാൽ അത് ജനകീയമായി എന്നുള്ളതാണ്. പിന്നെ ഫോറസ്റ്റുകാരെ ഏൽപ്പിക്കുക എന്നുള്ളതല്ല. ഫോറസ്റ്റും ഉണ്ടാവും, അവിടെയുള്ള കാട്ടിൽ വസിക്കുന്ന ജനങ്ങളുണ്ടാവും, നാട്ടിലെ ജനങ്ങളുണ്ടാവും. അത് 4ാമത്തെ തലമാണ്. ജനകീയമായിട്ട് ഡീസെൻട്രലൈസ് ചെയ്താണ് ഇത് നടപ്പാക്കുക. അതുകൊണ്ട് വനം ഒന്നിച്ചുണ്ടാക്കുക എന്നുള്ളത് ഒരു വലിയ ഹ്യൂജ് പ്രക്രിയയായിട്ട് തോന്നും ഇപ്പോൾ പറയുമ്പോൾ. അത് പക്ഷേ അത് ഡീസെൻട്രലൈസ് ചെയ്താൽ അത് ലോക്കലൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ 33% ഹരിതാവരണം വേണം എന്നുള്ളതാണ് ശരിക്കുള്ള ഒരു നാച്ചുറൽ കോൺസെപ്റ്റ്. പക്ഷേ ഇപ്പോൾ 8% ഹരിതാവരണം ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര കണ്ട് ഹരിതാവരണം വർദ്ധിപ്പിച്ചെടുക്കാമോ അത്ര കണ്ട് കാടിൻ്റെ നൈസർഗികത വർദ്ധിച്ചു വരുന്തോറും അവിടെയുള്ള ഈക്വിലിബ്രിയം കുറേ കൂടി മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ അവർ ഇങ്ങോട്ട് ഇറങ്ങേണ്ട പ്രശ്നമേ വരുന്നില്ല, അവർക്ക് ആവശ്യമില്ല. ഈ വിഷയത്തിൽ കേരളത്തിൽ വരുമ്പോൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല. വനം വകുപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫോറസ്റ്റുകാർ അതൊരു നിർജ്ജീവ അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്നൊക്കെ ജനങ്ങളുടെ ഉള്ളിൽ ഭയങ്കര ആശങ്ക അവർ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചെയ്യണം. ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ വനം ഉണ്ടാക്കേണ്ട കാര്യത്തിൽ സർക്കാർ അതിൻ്റെ ഉള്ളിൽ തേക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം വയ്ക്കുന്നതോടെ ഇതില്ലാണ്ടായതുകൊണ്ട് ഇറങ്ങി വരുന്നു. പിന്നെ മൃഗങ്ങളെ കൊല്ലാനായിട്ട് ഉള്ള ഒരു അധികാരം ഇപ്പോൾ കർഷകർക്ക്, മലയോര മേഖലയിൽ കിടന്ന കർഷകർക്ക് കൊടുക്കണം എന്ന ആവശ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു നിയമം മാറ്റാനായിട്ട്, ഇതിനകത്ത് നിയമമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഈ ഒരു നിയമം ചേഞ്ച് ചെയ്യാനായിട്ട് സാറ് നടപടി എങ്ങനെ എടുക്കും? ഞാൻ നടപടി എടുക്കല്ല, അതിനുള്ള ആവശ്യം MP എന്നുള്ളതിലേക്ക് ആവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ലോക്സഭയിൽ ഈ നിയമം മാറ്റാൻ ആശയങ്ങളിങ്ങനെ ഏത് തരത്തിലാണ് അവസരം കിട്ടുന്നത് അത് അനുസരിച്ച് സ്വയം മാറ്റാൻ പറയും. സംസ്ഥാന സർക്കാർ നേരത്തെ പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് വനത്തിൻ്റെ വിസ്തീർണം വർദ്ധിച്ച ഒരു സംസ്ഥാനമേ ഉള്ളൂ. 1.1 എക്സാക്ട് ഡേറ്റ എനിക്ക് ഓർമ്മയില്ല, സംതിങ് ലെസ് ദാൻ 2% വനം വിസ്തൃതി വർദ്ധിച്ചിരിക്കുകയാണ്. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പറഞ്ഞ ഫോറസ്റ്റിൻ്റെ സർക്കാരിൻ്റെ ഇടപെടൽ കൃത്യമായിട്ട് അത് പൂർണ്ണമായോ എന്ന് വെച്ചാൽ ഇല്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷേ ആ ദിശയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നൈസർഗിക വനസൃഷ്ടി എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തിക ലക്ഷ്യമെങ്കിൽ അതിലേക്ക് എങ്ങനെയാണ് നമ്മൾ നടക്കുക? വനത്തിൻ്റെ വിസ്തൃതി കൂട്ടുകയും വനത്തിൻ്റെ ഡെൻസിറ്റി കൂട്ടുകയും ചെയ്തുകൊണ്ടാണ്. വനത്തിൻ്റെ വിസ്തൃതി കൂട്ടി ഒരു സംസ്ഥാനം ഇന്ത്യയിലുള്ളൂ, അത് കേരളമാണ്. ആ കേരളത്തിൻ്റെ സർക്കാരിനെയും ആ കേരളത്തിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയും പറയുന്നത് അത് പ്രശ്നം ബാക്കി നിൽക്കുന്നതുകൊണ്ട് ജനങ്ങൾ പറയണതാവാം, അത് കുഴപ്പമില്ല. പക്ഷേ സംസ്ഥാന സർക്കാരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഇടപെട്ട് അതുപോലെ പ്രശ്നം വരുമ്പോൾ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നത്, കഴിഞ്ഞ ദിവസം 10 ലക്ഷം രൂപ കൊടുത്തത്. അപ്പോൾ പ്രശ്നം വന്നാൽ കോമ്പൻസേഷൻ കൊടുക്കുകയും പ്രശ്നം വരാതിരിക്കാൻ ഇപ്പോൾ ഫെൻസിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം മനസ്സിലായിരുന്നു. ഈ കൃത്യ ഏരിയ ഒന്നും പറയാൻ ഇപ്പോൾ പറ്റുന്നില്ല. പല ദിക്കിലും ഫെൻസിങ് നടത്തി. ഞാനിപ്പോൾ പല ദിക്കിലും ഈ കുടുംബ യോഗങ്ങൾക്കൊക്കെ പോയപ്പോൾ നന്നായിട്ട് ഫെൻസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഫെൻസ് ചെയ്തിട്ടുള്ളത്, നന്നായിട്ട് ഫെൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഫെൻസ് ചെയ്യാനില്ലയെന്ന് വെച്ചാൽ അതുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് ചെയ്യുള്ളൂ. ഈ ചാലക്കുടി മണ്ഡലത്തിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ട് ഇടതും വലതുമായിട്ട് മാറി പരീക്ഷിച്ചിട്ടുണ്ട് ജനങ്ങൾ, ഇവിടുത്തെ ചാലക്കുടി ജനങ്ങൾ. ഈ വർഷം 2020 ഒരു സ്ഥാനാർത്ഥിത്വം കൂടി കയറിയിട്ടുണ്ട്. അതിനെങ്ങനെ സാർ നോക്കിക്കാണുന്നു ജയപരാജയങ്ങൾ? ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും മത്സരിക്കാം, ജനാധിപത്യ രാജ്യമല്ലേ, ആർക്കും മത്സരിക്കാം. നോമിനേഷൻ കൊടുത്ത് ആർക്കും മത്സരിക്കുന്നവരോടൊക്കെ നമുക്ക് ബഹുമാനമേ ഉള്ളൂ. എല്ലാവരെയും നല്ല ബഹുമാനത്തോടു കൂടി കാണുന്നത്, ആരെയും പരസ്പരം കുറ്റം പറഞ്ഞു ഞാൻ ചെയ്യാറില്ല. അതാണ് അങ്ങനെയല്ല വേണ്ടത്. അതാണ്. പക്ഷേ ഇതെന്താണെന്നോ ഇപ്പോൾ 2020 എടുത്തു പറഞ്ഞു എന്നുള്ളതുകൊണ്ട് പറയുന്നതാണ്. ഇത് രാഷ്ട്രീയ സമരമാണ്, ആക്ച്വലായിട്ടുള്ള രാഷ്ട്രീയ സമരമാണ്. പ്രത്യേകിച്ച് ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്കലാണ്. അതായത് ഈ മതനിരപേക്ഷത നിലനിൽക്കണോ വേണ്ടേ,
ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യനാണ് അത്. പിന്നെ 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 ഫെഡറലിസം നിലനിൽക്കണോ വേണ്ടയോ, അങ്ങനത്തെ വലിയ രാജ്യത്തെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പല ആവശ്യങ്ങളും പലതരത്തിലും പലരും അതിലുണ്ടാവും. പക്ഷേ ഇതിപ്പോൾ ഞങ്ങളിന്ന് ജാഥ നടത്തുന്നു, അതായത് ജനങ്ങളുടെ സമ്മതിക്കുന്നു, അങ്ങനെ ചർച്ച ചെയ്ത് അവസാനം ഇത് പൊളിറ്റിക്കലായിട്ട് മാത്രം വരും. നോക്കിക്കോളൂ, കൃത്യമായിട്ട് ലാസ്റ്റ് അതിൻ്റെ പൊളിറ്റിക്കൽ പോയിന്റിലേക്ക് എത്തും. പൊളിറ്റിക്കൽ പോയിന്റിലെത്തുമ്പോൾ UDF LDF തമ്മിലാണ് അവിടെ മത്സരം വരിക. മനസ്സിലായോ? ഇപ്പോൾ അങ്ങനെയല്ല എന്ന് തോന്നാം, പക്ഷേ അത് കയറി അതാണ് എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെയും സയൻസ്. അതാണ് ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുമായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യും, മറ്റുള്ളവർ അവരുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യും, ജനങ്ങൾ ഈ എല്ലാ രാഷ്ട്രീയവും ചർച്ച ചെയ്യും. അങ്ങനെ ഒരു 24-20 അങ്ങനെയൊക്കെ എത്തുമ്പോഴേക്കും യഥാർത്ഥ പൊളിറ്റിക്സ് എമർജ് ചെയ്ത് വരുന്ന പൊളിറ്റിക്സ് റൈറ്റും ലെഫ്റ്റും തമ്മിലുള്ള UDF LDF തമ്മിലുള്ള മത്സരമായിരുന്നു. അതിൽ LDF വിജയിക്കും. പൂർണ്ണ ജയപ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും, ഒരു സംശയമില്ല.